ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ വീടിന്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മളെ വീടിന്റെ വിശേഷം, നമ്മളെ വീടിന്റെ മുഴുവനായിട്ടുള്ള കോൺക്രീറ്റ് ആണ് ഒന്ന്. അപ്പൊ ആദ്യം നമ്മൾ ഇതിന്റെ ചെറിയ ഭാഗങ്ങളുടെ കോൺക്രീറ്റ് ഒക്കെ ഇട്ടിരുന്നു കേട്ടോ. അപ്പൊ ഞാനിത് അവിടെ കറി ഉണ്ടാക്കാം കേട്ടോ. പണിക്കാരൊക്കെ അവിടെ നല്ല കോൺക്രീറ്റിന്റെ തിരക്കിലാണ്. ഇവിടെ ഞാനിത് ആ കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ നമ്മളിവിടെ പൊറോട്ടയും ചായയും കറിയും ഒക്കെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചിക്കനും സവോളയും തക്കാളിയും പൊട്ടറ്റോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതില് ചെറിയൊരു കുക്കറിൽ ഇട്ടപ്പോ കൊള്ളൂലുണ്ട്. അപ്പൊ എനിക്ക് കൂടുതലായിട്ട് കറി ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ വലിയൊരു കുക്കറിലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച പേസ്റ്റ് ആണ് കേട്ടോ ഇത്. പിന്നെ മഞ്ഞൾപ്പൊടി. അപ്പൊ ഞാനും കേട്ടോ കോൺക്രീറ്റിനൊന്നും ഞങ്ങൾ ആരെയും വിളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. നമ്മള് വീട്ടിൽ മാത്രം കേട്ടോ. മോൾ സ്കൂളിൽ പോയിട്ടുണ്ട്. മോളിഞ്ഞ് സ്കൂളിൽ നിന്ന് എടുക്കണം. നമുക്ക് ആവശ്യമായിട്ട് അതിന്റെ കണക്കുകളൊന്നും പറയില്ല. എനിക്ക് കൂടുതൽ കറി ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾക്ക് അതിനനുസരിച്ചുള്ള മല്ലിപ്പൊടിയൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. വലിയ ജീരകം പൊടിച്ചത്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടിയാണ് കേട്ടത്. അപ്പൊ ഇത് ഞാൻ എണ്ണയിലൊന്നും വഴറ്റിയിട്ടില്ല കേട്ടോ. ഇത് കുക്കറിലിട്ട് ഞാൻ വിസിലടിക്കാണ് ചെയ്യുന്നത്. കുറച്ച് കല്ലുപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ആവശ്യം വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വെക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇതിൽ നമുക്ക് തേങ്ങ വറുത്തരക്കാനുള്ളതാണ്. അങ്ങനെ ഒരു നാടൻ കറിയായിട്ടോ ഉണ്ടാക്കുന്നത്. ഇപ്പൊ കറിയൊക്കെ വിസിലടിക്കാൻ വേണ്ടി ഇതാ കുക്കറിലിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. തേങ്ങ നന്നായിട്ട് ചുമന്ന് പോണൊന്നുമില്ല കേട്ടോ. കുറഞ്ഞൊരു വറവായതിനു ശേഷം ഞാൻ പെട്ടെന്ന് മാറ്റി ചൂടാറാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ തേങ്ങക്ക് ഇതാ ഏകദേശം ആയി വന്നിട്ടുണ്ട് കേട്ടോ. തേങ്ങ ചൂടാറാൻ വേണ്ടി പെട്ടെന്ന് ഞാനൊരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ തേങ്ങയൊക്കെ നന്നായിട്ട് ചൂടാറിയതിനു ശേഷം അരക്കാം കേട്ടോ. പെട്ടെന്ന് കറി ആവേണ്ട ആവശ്യം കൊണ്ടാണ് കേട്ടോ ഇത് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പൊ കറിയൊക്കെ അത് അവിടെ റെഡി ആയിട്ട് കേട്ടോ. കറിയൊക്കെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് നമുക്കിത് തേങ്ങ വറുത്തരച്ചതൊന്ന് ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് വറവിട്ടെടുത്താൽ മതി. കോൺക്രീറ്റ് അവിടെ നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മളൊന്ന് ഇറക്കി കൊടുക്കുക കേട്ടോ ചീന കറിയൊക്കെ ഒഴിക്കുക. നമ്മൾ കറിയൊക്കെ റെഡി ആയിട്ട് കേട്ടോ. ചായക്കൊക്കെ എല്ലാവരും കൈയൊക്കെ കഴുകി റെഡി ആയി നിൽക്കാൻ കേട്ടോ ചായ കുടിക്കാന്. തൽക്കാലമായിട്ട് കോൺക്രീറ്റ് ഒക്കെ നിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതാ പണിയത് തിരക്കില്ല കേട്ടോ. ഹസ്ബൻഡൊക്കെ പണിയിൽ തന്നെ കേട്ടോ വന്നിട്ടുള്ളത് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവരെല്ലാരും നമ്മളെ ഭായിമാരൊക്കെ ആണ് കേട്ടോ. അത് നമ്മളെ നാട്ടില് എല്ലാരും ജോലിക്ക് വരുന്ന ഭായിമാരുണ്ടോ. അപ്പൊ ഒരു ചായയൊക്കെ കുടി കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും കോൺക്രീറ്റിന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ വീട്ടില് മുറ്റത്ത് പണി നടക്കായതുകൊണ്ട് റോട്ടിലാണ് കേട്ടോ ഈ സിമെന്റും മണലും ഒക്കെ ഇറക്കിയിട്ടുള്ളത്. അവിടെയാണ് കേട്ടോ അതിന്റെ കോൺക്രീറ്റിനുള്ള സിമെന്റ് ഒക്കെ കൂട്ടുന്നത്. അപ്പൊ അവിടുന്ന് കുറച്ചുകൊണ്ട് പോരാനുണ്ട് കേട്ടോ നമ്മളെ വീട്ടിലേക്ക്. അപ്പൊ കോൺക്രീറ്റ് ഒക്കെ കഴിയാനായിട്ട് കേട്ടോ. അതാണ് കേട്ടോ ഫുഡ്. ചിക്കൻ ബിരിയാണി കേട്ടോ. നമ്മൾ കാറ്ററിംഗ് ഏൽപ്പിച്ചതായിരുന്നു കേട്ടോ ചിക്കൻ ബിരിയാണി. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയതൊന്നല്ല കേട്ടോ. അപ്പൊ ഫുഡ് കഴിക്കാനുള്ള തയ്യാറൊക്കെ ഉണ്ട് കേട്ടോ. അവരുടെ പണിയൊക്കെ നിർത്താനായിട്ട് ചോറൊക്കെ കൊടുക്കാനായിട്ട് കേട്ടോ അവർക്ക്. അപ്പൊ നമ്മള് വീടിന്റെ അടുത്തുള്ള കുട്ടികളിനെ കേട്ടോ ഞങ്ങളെ സഹായിക്കാൻ വന്നിട്ടുള്ളത്. അപ്പൊ ഓരെന്നെ കേട്ടോ ചോറൊക്കെ എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നതൊക്കെ. ഇവരൊക്കെ നമ്മളെ വീടിന്റെ അടുത്തുള്ള കുട്ടികളാണ് കേട്ടോ. അപ്പൊ എല്ലാരും സഹായിക്കാൻ വരും കേട്ടോ. ഒരു പ്രശ്നമില്ല കേട്ടോ. നമ്മളെ വീട്ടിൽ ആരും ഇല്ല വിചാരിച്ചിട്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ഓലെ എല്ലാം ആസ്വദിച്ചിട്ടാണ് കേട്ടോ ചോറൊക്കെ കഴിക്കുന്നത്. ഭായിമാർക്കൊക്കെ നല്ല ഇഷ്ടമായി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് ഹസ്ബൻഡ് ഫ്രണ്ട്സുകളാണ് കേട്ടോ. നമ്മളെ വീടിന്റെ അടുത്തുള്ള തന്നെയാണ്. അപ്പൊ ഒരാൾ ചോറ് വിളമ്പിക്കൊണ്ടേ നിൽക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കേട്ടോ നമ്മളുടെ വിശേഷങ്ങള്. അപ്പൊ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടത് സപ്പോർട്ട് ചെയ്യണേ.